ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടിയിൽ ആദായനികുതി ട്രൈബ്യൂണലിൽ നിന്നും കോൺഗ്രസിന് ആശ്വാസം. മരവിപ്പിച്ച അക്കൗണ്ടുകൾ ഉപയോഗിക്കാനാകും. നികുതി അടയ്ക്കാൻ വൈകിയെന്നാരോപിച്ചാണ് ആദായനികുതി വകുപ്പ് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത്. അതേസമയം കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി ജനാധിപത്യം കശാപ്പു ചെയ്യുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ജനാധിപത്യം കശാപ്പ് ചെയ്യുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള IT ഡിപ്പാർട്ട്മെന്റ് തീരുമാനം. നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും കോൺഗ്രസ് പാർട്ടിയെ എത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ സംഭവങ്ങൾ. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ട് അല്ല ഫ്രീസ് ചെയ്തിരിക്കുന്നത്, ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ഫ്രീസ് ചെയ്യുന്ന ഒരു നടപടിയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ജനാധിപത്യത്തിലെ കറുത്ത ദിനമെന്ന് AICC ട്രഷറർ അജയ് മാക്കൻ പ്രതികരിച്ചു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി. ബൽറാം, യൂത്ത് കോൺഗ്രസിന്റെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നതായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഈ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഉന്നയിച്ച ആരോപണം. പക്ഷേ അതിനുശേഷം പിന്നീട് അത് പ്രവർത്തിപ്പിക്കാം എന്ന അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ തീരുമാനം വരുന്നു. സംഭവിച്ചത് എന്താണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും. പക്ഷേ അജയ് മാക്കൻ പറയുന്നത് നിശ്ചിത തുക അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം, അതിന് മുകളിലേക്ക് ഉപയോഗിക്കാം എന്ന തരത്തിലേക്കാണ്. അതായത് ഇപ്പോഴും കുറച്ച് തുക അവിടെ മരവിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണോ കോൺഗ്രസിന്റെ ആരോപണം? അനുജ, ഇതിൽ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം എന്നുള്ളത് ഈ നടപടിയെ തുടർന്ന് ആദായനികുതി വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നുള്ള അക്കൗണ്ട് മരവിപ്പിച്ച നടപടിയെ തുടർന്ന് കോൺഗ്രസ് ഈ ട്രൈബ്യൂണലിനെ ആദായനികുതി വകുപ്പ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. ട്രിബ്യൂണലിൽ നിന്നും താൽക്കാലിക ആശ്വാസം ലഭിച്ചു. അക്കൗണ്ടുകൾ ഉപയോഗിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചു. വരുന്ന ബുധനാഴ്ച കോൺഗ്രസിന്റെ വാദം വിശദമായി തന്നെ കേൾക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ 115 കോടി രൂപ അക്കൗണ്ടിൽ അതൊരു തുക എന്ന നിലയിൽ നിക്ഷേപം ഉണ്ടായിരിക്കണമെന്നും അതിന് പുറത്തുള്ള തുക ഉപയോഗിക്കാം എന്നുള്ളതുമാണ് ട്രൈബ്യൂണലിന്റെ നിർദ്ദേശം എന്നുള്ളത്. അതായത് 210 കോടി രൂപയാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റേതുമായി ഒടുക്കാനായി നേരത്തെ ആദായനികുതി വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നത്. അത് പരിഗണിച്ചുകൊണ്ടാണ് 115 കോടി എന്ന ഒരു നിശ്ചിത തുക വെച്ചിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ അക്കൗണ്ടിൽ അത്ര തുക ഇല്ല എന്നുള്ള ഒരു പ്രതിസന്ധിയാണ് കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് രാവിലെ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് AICC ട്രഷറർ അജയ് മാക്കൻ ഇത്തരത്തിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റേതുമായി 4 അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി അറിയിച്ചത്. ഇത് കോർപ്പറേറ്റുകളിൽ നിന്നും വാങ്ങിയ സംഭാവനയല്ല എന്നും മറിച്ച് ജനങ്ങളിൽ നിന്നും ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ 95% 100 രൂപയ്ക്ക് താഴെയുള്ള തുക ഓൺലൈനിലായി ഭൂരിഭാഗവും വാങ്ങിയ തുകയാണ് ഇത് എന്നും യൂത്ത് കോൺഗ്രസിന്റെ അംഗത്വ വരിസംഖ്യ അടക്കമുള്ള തുക ഈ അക്കൗണ്ടുകളിലാണ് എന്നുള്ളതും ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഇത് ജനാധിപത്യത്തിന്റെ തന്നെ ഒരു മരവിപ്പിക്കലായാണ് കോൺഗ്രസ് വിശേഷിപ്പിച്ചത്. ജനാധിപത്യത്തിലെ കറുത്ത ദിവസമെന്നും ഇതിനെതിരെ നിയമപരമായി ഉള്ള നീക്കം നടത്തും എന്നുമാണ് കോൺഗ്രസ് അറിയിച്ചത്. ഈ നടപടിയെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധി, ഒപ്പം AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ളവർ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. നിയമപരമായി ഇക്കാര്യത്തെ നേരിടുക, ഒപ്പം തന്നെ പ്രതിഷേധിക്കുക എന്നീ തീരുമാനമാണ് കോൺഗ്രസിനുള്ളത്. ഇന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുകയും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസൻ അടക്കമുള്ളവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും 4 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ആദായനികുതി വകുപ്പ് എന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചത്. അതിനുശേഷം അപ്പലേറ്റ് ട്രൈബ്യൂണൽ അത് പ്രവർത്തിപ്പിക്കാം എന്ന നിർദ്ദേശം നൽകുന്നു. പക്ഷേ ഇപ്പോഴും 115 കോടി അവിടെ ഉണ്ടായിരിക്കണം അക്കൗണ്ടിൽ, അതിന് മുകളിലേക്കുള്ള തുക മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ള മാർഗനിർദ്ദേശമാണ് നിലനിൽക്കുന്നത്. ഫലത്തിൽ മരവിപ്പിക്കൽ അവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം.